എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഉള്ളി സാമ്പാറാണ്. ഉള്ളി സാമ്പാർ തയ്യാറാക്കുമ്പോൾ രുചി കൂട്ടുന്നതിനായിട്ട് ഞാനിതിലേക്ക് നാളികേരം വറുത്തരച്ചാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് 150 ഗ്രാം തുവരപ്പരിപ്പ് കഴുകി കുക്കറിലേക്ക് മാറ്റാം. കൂടെ തന്നെ വെന്തുവരാൻ ആവശ്യമായ വെള്ളവും എരിവിനാവശ്യമായ പച്ചമുളകും 4 തക്കാളിയും. ഇനി വേണ്ടത് 150 ഗ്രാം അളവില് കൊച്ചുള്ളിയാണ്. ഇതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് കുക്കറിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കുക്കർ മൂടി ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിക്കാൻ മാറ്റിയാൽ പിന്നെ സാമ്പാറിന്റെ അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് അരമുറി നാളികേരവും 1 കഷ്ണം കായവും 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ഉലുവയും ടീസ്പൂൺ അളവില് നല്ല ജീരകവും കുറച്ച് കറിവേപ്പിലയും ആവശ്യമായ 7 വറ്റൽ മുളകും 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് ഒരു പാനിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് മുരിയിച്ച് വറുത്തെടുക്കാം. നാളികേരം സ്വർണ്ണ നിറത്തിൽ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടാറ് വരുമ്പോൾ ഇതൊന്നും അരച്ചുകൂടെ വെക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നിട്ടുള്ള പരിപ്പ് ഒരു മൺചട്ടിയിലേക്ക് മാറ്റുവാണ്. ഇനി ഇതിലേക്ക് സാമ്പാറിന് ആവശ്യമായ പുളി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. പുളി പിഴിഞ്ഞ് ചേർത്താൽ വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർക്കണം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. സമയത്ത് നമ്മുടെ സാമ്പാറിന് പ്രത്യേക ടേസ്റ്റ് കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് താഴേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു താളിപ്പ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സാമ്പാറിലേക്ക് ചേർക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഉള്ളി സാമ്പാർ ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണാൻ മറക്കല്ലേ.